അടിയന്തരാവസ്ഥ കാലത്തെ സമര ജീവിതത്തെപ്പറ്റി തന്റെ പലചരക്ക് കടയിലിരുന്ന് ഓർത്തെടുക്കുകയാണ് തൊടുപുഴ സ്വദേശി കെ ഉമ്മർ. ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന തൊഴിലവകാശ ലംഘനങ്ങൾക്ക് എതിരായിട്ടായിരുന്നു ഉമ്മറും സുഹൃത്തുക്കളും സമരം ചെയ്ത് ജയിലിൽ പോയത്. ജയിൽവാസകാലത്ത് വീട്ടിലൊറ്റയ്ക്കായ അമ്മയ്ക്ക് കൂട്ടിരുന്ന സുഹൃത്തിനെ പറ്റിയുള്ള ഓർമ്മയാണ് ഉമ്മറിന് അടിയന്തരാവസ്ഥ കാലം. അടിയന്തരാവസ്ഥയെ ഓർക്കുക എന്നാൽ തീക്ഷ്ണമായ സമരങ്ങളെ കൂടി ഓർത്തെടുക്കുക എന്നാണ്. അന്ന് ഭരണകൂടം എല്ലാ ശക്തിയും എടുത്ത് സമരങ്ങളെ അടിച്ചമർത്തുന്ന കാലത്ത് ധൈര്യത്തോടെ സമരം ചെയ്യാൻ മുന്നോട്ട് വന്ന ഒരു തലമുറ അന്നുണ്ടായിരുന്നു. ആ രീതിയിൽ ഇന്ദിരയുടെ വായടയ്ക്കൂ പണിയെടുക്കൂ എന്ന മുദ്രാവാക്യത്തോട് സമരം പ്രഖ്യാപിച്ച് സമരവുമായി പോയ ഒരാളാണ് നമുക്കൊപ്പം ഉള്ളത്. എ.കെ. ഉമ്മർ. അന്ന് തൊടുപുഴയിൽ വലിയ സമരവുമായി മുന്നോട്ട് വരികയായിരുന്നു നിങ്ങൾ ചെറുപ്പക്കാരല്ലേ? എന്തായാലും അന്നത്തെ കാര്യം ഓർമ്മ എങ്ങനെയാണ്? ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു ആ സമരത്തിന്. ബോണസ് ഓർഡിനൻസിനെതിരെ പാർട്ടി തീരുമാനിച്ചു ആ സമരം ചെയ്യണമെന്ന്. തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയെടുത്ത അവകാശത്തെ ഒരു സുപ്രഭാതത്തിൽ കൊടുക്കേണ്ട, ലാഭമുണ്ടെങ്കിൽ കൊടുത്താൽ മതിയെന്ന് പ്രഖ്യാപിച്ചു. അതിനെതിരെയാണെന്ന് സമരം. അപ്പോൾ തൊടുപുഴയിലെ ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റി മൈതാനത്തിൻ്റെ പരിസരത്ത്, അന്ന് മൈതാനമൊന്നുമില്ല, അവിടെ ചെന്നപ്പോഴേക്കും പോലീസ് പിടിച്ചു. മുദ്രാവാക്യം വിളിച്ചു പോയത് പിടിച്ച് മൂവാറ്റുപുഴയ്ക്കും ഉണ്ട്, കോടതി ഹാജരാക്കി മൂവാറ്റുപുഴയ്ക്കും ഉണ്ട്. 3 മാസത്തോളം കിടന്നു. എങ്ങനെയായിരുന്നു ജയിലിലെ സാഹചര്യം? മറ്റും ജയിലിൽ മർദ്ദനമൊന്നുമില്ലായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ആഹാരമൊക്കെ ഒന്നും നല്ല ക്ലിയർ അല്ലായിരുന്നു. അന്നത്തെ കാര്യം ഓർത്തെടുക്കുകയാണെങ്കിൽ സമരം ചെയ്യാൻ ഒക്കെ ആളുകൾ മുമ്പോട്ട് വരാൻ പണ്ടേ തന്നെ ഞങ്ങൾ അതിനു മുമ്പ് തന്നെ ജയിലിൽ പോയിട്ടുള്ള മിച്ചഭൂമി ഏറ്റെടുത്ത് വിതരണം നടത്തുന്ന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ഇവിടെ നടന്നു കേരളത്തിൽ. അന്ന് ആ സമരത്തിൽ ഞാൻ പങ്കെടുത്തു. 14 ദിവസം റിമാൻഡ് ചെയ്തായിരുന്നു. അത് മാടപ്പുറമ്പൻ്റെ പറമ്പിലാണ് കയറിയത്. ഞാൻ ചോദിച്ചത്, അന്ന് ഒരു അടിയന്തരാവസ്ഥ കാലത്ത് പ്രത്യേകം ഒരു ഭയം നിലനിൽക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ വിളിച്ച പലരും വരാനൊക്കെ മടി കാണിച്ചു. ചിലർ വന്നിട്ട് തിരിച്ചു. ഞാൻ പുതുപ്പുരാരത്ത് നിന്ന് വിളിച്ച കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. അവന്മാർ പുറകോട്ട് പോയി തൊടുപുഴ എടുക്കാറായപ്പോഴേക്കും. പിന്നെ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു, 7 പേര്. വീട്ടിൽ ഞാനും ഉമ്മായും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജ്യേഷ്ഠനും ചേട്ടന്മാർ 3 പേര്. അവർ വിവാഹം കഴിച്ച് മാറി. അനിയൻ വിവാഹം കഴിച്ച് അവൻ മുടക്കാട്ട് ഭാഗത്ത് താമസിക്കുമായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മായും മാത്രം അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജയിലിൽ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് VT കുഞ്ഞെന്ന് പറയും, പുതുപ്പുരാരത്തുള്ള, അവൻ പറഞ്ഞു, അവനൊന്നും ഞങ്ങളാരും കല്യാണം കഴിച്ചതല്ല, അവനെന്ന് പറഞ്ഞു ഉമ്മയുടെ കൂടെ ഞാൻ രാത്രി നോക്കിക്കോളാം എന്ന് പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോയി. അവനായിരുന്നു ഈ 3 മാസവും രാത്രി കൂട്ട്. സൗഹൃദം. യെസ്, അങ്ങനെ ഓരോരുത്തർക്കും, അതായത് അന്ന് ഉണ്ടായിരുന്ന പലർക്കും ഭീതിതമായ ഞെട്ടിക്കുന്ന ഓർമ്മകളും അനുഭവങ്ങളും തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്.